എൻ്റെ CNG ഫ്രീഡം 125 30,000 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ കംപ്ലയിൻ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ വണ്ടിയുടെ ഡിസ്പ്ലേ പോയി ഗൈസ്. വണ്ടിയുടെ ഡിസ്പ്ലേ, അതായത് വണ്ടി ഇടത്തോട്ട് തിരിച്ചാൽ ഡിസ്പ്ലേ ഇല്ല, വലത്തോട്ട് തിരിച്ചാൽ മാത്രമേ ഡിസ്പ്ലേ വരത്തുള്ളൂ. അത് വരുന്നതോ ഫുള്ള് റീസെറ്റായിട്ട്. അത് റീസെറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ റീസെറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. ഇടത്തോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇടത്തോട്ടൊന്ന് അനങ്ങി അപ്പം ഡിസ്പ്ലേ പോകും മൊത്തം പോയിട്ട്. പിന്നെ ഞാൻ അവരുടെ ഈ ഒരു റീസെറ്റ് ബട്ടണിൽ ഇങ്ങനെ അമർത്തി 4 തവണ ഞെക്കണം. അതായത് ആദ്യം ഒരിക്കൽ ഞെക്കിയിട്ട് നമ്മൾ തിരിച്ചെടുത്ത് വീണ്ടും ഞെക്കി വീണ്ടും എടുത്ത് നല്ലൊരു കഷ്ടപ്പാടാണ്. 1-2 മിനിറ്റ് നമ്മൾ അടുപ്പിച്ച് അതിലിങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഈ ഒരു ഡിസ്പ്ലേ മാറി ഫുള്ളായിട്ട് വരത്തുള്ളൂ. സോ ഞാൻ സർവീസ് സെൻറ്ററിൽ പോയി സർവീസ് സെൻറ്ററിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മെയിൻ ഈ ഒരു മീറ്ററിന് മൊത്തം കംപ്ലൈൻ്റ് ആണെന്നാണ് തോന്നണത്. അപ്പോൾ അവർ പുതിയ മീറ്റർ ചോദിച്ചിട്ടുണ്ട്. അത് വന്നു കഴിയുമ്പോൾ വച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതാ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ നോർമൽ ഡിസ്പ്ലേ ഇരിക്കുന്നത്. ഇപ്പോൾ 28,944 പക്ഷേ ഇതല്ല കറക്റ്റ് കണക്ക്. കാരണം കഴിഞ്ഞ ആഴ്ച ഓടിയ കണക്കൊന്നും ഇവിടെ കൂട്ടൂല. കാരണം ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ 1,63,000 എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ എത്ര കിലോമീറ്റർ ഓടി, എത്ര CNG ഉണ്ട്, ഒരു കാര്യം അറിയാൻ പറ്റത്തില്ല. നമ്മളൊരു ഊഹം, ഒരു കാൽക്കുലേഷനിൽ ഓടുന്നു, അത്ര തന്നെ. സോ പകലായാൽ ഒന്നും കണ്ടുകൂടാ. രാത്രി പിന്നെയും ലെഫ്റ്റ് സൈഡിലോട്ട് ഞെക്കുമ്പോൾ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് ഞെക്കുമ്പോൾ വന്ന് ഇത് നേരത്തെ ഇത്രയും കംപ്ലൈൻറ്റ് ഇല്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ സർവീസ് കൊടുത്തു. വണ്ടി സർവീസ് കൊടുത്തപ്പോഴത്തേക്കും അവർ ഫുള്ള് നന്നായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ സർവീസ് കൊടുത്തേ പിന്നെ വലത്തോട്ട് നമ്മൾ നല്ല ഓടിച്ചാൽ മാത്രമേ ഡിസ്പ്ലേ വരത്തുള്ളൂ, അല്ലാതെ ഡിസ്പ്ലേ വരുന്നില്ല. നേരത്തെ ആണെങ്കിൽ നടുക്കൊക്കെ വെച്ച് ഡിസ്പ്ലേ കിട്ടുമായിരുന്നു. പക്ഷേ എനിവേ എന്തായാലും കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ അപ്പോൾ ഇതാണ് വീഡിയോ.